BJPയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഭരിച്ചില്ലെങ്കിലും UDF ഇരുന്നാൽ മതി എന്നുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട്. കാരണം BJPക്ക് വേണ്ട ആളുകളെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ രാജശ്രീ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പിന്നെ പുള്ളിക്കാരി എൻറോൾ ചെയ്തിട്ട് എത്ര വർഷമായി എന്നുള്ളതും കൂടി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ പലതും പാർട്ടി അറിയുന്നില്ല എന്നുള്ളതാണ്. പല നിയമനങ്ങളും കോൺഗ്രസ് പാർട്ടി അറിയുന്നില്ല പല നിയമനങ്ങളും എന്നുള്ളതാണ്. KSRTC പറയുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞു കൊള്ളണം. ഇന്നലെ നമ്മൾ സംസാരിച്ചൊരു വിഷയമാണ്. കാരണം ഇപ്പോൾ ബാങ്കിൽ നിന്ന് ഏകദേശം 50 കോടിയോളം രൂപയാണ് ലോണായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് അഡ്വാൻസ് ആയിട്ട് തന്നെ KSRTCക്ക് പേ ചെയ്താൽ മാത്രമേ ഈ സൗജന്യ യാത്ര ഇവർക്ക് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാങ്കിൻ്റെ ഒരു മാസത്തെ പലിശ എന്ന് പറയുന്നത് ഏകദേശം 40 ലക്ഷത്തോളം രൂപ വരുന്നുണ്ട്. അതും ഒരു അധിക ബാധ്യതയായിട്ട് വരുന്നുണ്ട്. PM ശ്രീ പദ്ധതി ഇപ്പം തള്ളിപ്പറയുന്നില്ലല്ലോ, അത് പരിപൂർണമായി നിരാകരിക്കുന്നില്ലല്ലോ, കണ്ടീഷൻസ് വെക്കുന്നില്ലല്ലോ. ഇല്ലെങ്കിൽ ഇന്ന കണ്ടീഷനും കൂടി അത് എഡിറ്റ് ചെയ്യണം, അതിൻ്റെ മാനുവൽ എഡിറ്റ് ചെയ്യണം, പിന്നെ എന്നിട്ട് ഇന്ന കണ്ടീഷൻ ഞങ്ങൾക്കുണ്ട്, അതുകൂടെ വെച്ചിട്ട് വേണം അത് റീഇംപ്ലിമെൻ്റ് ചെയ്യാൻ എന്നുള്ളത് പറയുന്നില്ലല്ലോ. അപ്പോൾ ഇതുവരെ ഉയർത്തിക്കൊള്ളുന്ന എല്ലാ വിഷയങ്ങളും അവസാനിപ്പിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. രാജഭായ് നമസ്കാരം. നമസ്കാരം. രാജഭായ്, കഴിഞ്ഞ ദിവസം KP പ്രദീപിനെ ശബരിമലയുടെ പ്രത്യേക പ്ലീഡറായിട്ട് നിയമിച്ചു. ഇന്നലെ അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം B അശോകനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഡയറക്ടറായിട്ട് നിയമിച്ചു. അതുകൂടാതെ തന്നെ ഹൈക്കോടതി അഭിഭാഷക നിയമനം ഇപ്പോൾ നടന്നിട്ടുണ്ട്. അതിനകത്ത് രാജശ്രീ R നായർ, അവർ നേരത്തെ ദേശീയ കമ്പനി ലോ ട്രിബ്യൂണലിൽ അസിസ്റ്റൻ്റായിട്ട് 5 വർഷം മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. എന്നാൽ 7 വർഷം വേണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് അവർക്കില്ല, അവരെ നിയമിച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഏറ്റവും രസകരമായിട്ട് ഒരുപാട് യൂത്ത് കോൺഗ്രസ് വക്കീലന്മാരൊക്കെ മാറ്റി നിർത്തുന്ന സമയത്ത് BJP അഭിഭാഷക സംഘടനയുടെ നേതാവായിട്ടുള്ള അമൽ ദർശനെ GP ആയിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഇപ്പോൾ അദ്ദേഹം കസ്റ്റംസ് സ്റ്റാൻഡിംഗ് കൗൺസിൽ മെമ്പറാണ്. അത് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ അപ്പോയിൻമെൻ്റാണ്. അതുകൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്ലീഡറായിരുന്ന ചിത്ര P ജോർജ്, ഈ ചിത്ര P ജോർജിനെ ഇപ്പോൾ GP ആക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഇങ്ങനെയുള്ള ഈ അപ്പോയിൻമെൻറ്റുകൾ കാണുമ്പോൾ? അല്ല, അതിനകത്ത് ഇപ്പോൾ പിന്നെ 1-2 പേരുടെ വിക്കറ്റ് തെറിച്ചു. ആദ്യം നമ്മളെ സണ്ണി വക്കീലിൻ്റെ അളിയനെ അളിയനെ വീട്ടിൽ പോയിക്കൊള്ളാൻ പറയേണ്ടി വന്നു. പിന്നെ രണ്ടാമത് KP പ്രദീപിനെ പിന്നെ ദേവസ്വത്തിൻ്റെ ലീഡറായിട്ട് നിയമിച്ചു. അപ്പോൾ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി ആ കേസ് എങ്ങനെ തോറ്റു കൊടുക്കാം എന്നതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ശബരിമലയുടെ താല്പര്യം സംരക്ഷിക്കുക, അയ്യപ്പൻ്റെ താല്പര്യം സംരക്ഷിക്കുകയോ പിന്നെ വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കുകയോ ചെയ്യാൻ ഉദ്ദേശം ഇല്ലാത്ത ഒരാളാണ്. മറിച്ച് ശബരിമല കേസ് എങ്ങനെയെങ്കിലും അട്ടിമറിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പം അത് പോയി. സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി വാദിക്കുന്ന. അതെ. പിന്നെ ഇപ്പം ഈ രാജശ്രീ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പിന്നെ പുള്ളിക്കാരി എൻറോൾ ചെയ്തിട്ട് എത്ര വർഷമായി എന്നുള്ളതും കൂടി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ പലതും പാർട്ടി അറിയുന്നില്ല എന്നുള്ളതാണ്. പല നിയമനങ്ങളും കോൺഗ്രസ് പാർട്ടി അറിയുന്നില്ല പല നിയമനങ്ങളും എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ പിണറായി വിജയൻ്റെ സർക്കാരിനെ കുറിച്ച്, ഒന്നാം പിണറായി വിജയൻ്റെ സർക്കാരിനെ കുറിച്ച് അതിനകത്തുണ്ടായിരുന്ന CPIയുടെ ഒരു മന്ത്രി എന്നോട് വ്യക്തിപരമായി പറഞ്ഞതാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം നിയമസഭയിലുണ്ടായിരുന്നില്ല. CPIയുടെ മന്ത്രി എന്നോട് പറഞ്ഞതാണ്, ക്യാബിനറ്റിൽ പോകാം, ചായ കുടിക്കാം, പുള്ളി കുറച്ച് ഫയൽ കൊണ്ടിരുന്നത് വായിച്ച് കേൾപ്പിക്കും, എല്ലാവരും ഒപ്പിട്ട് പിരിയാം എന്നുള്ളതേ ഉള്ളൂ, ചർച്ചയില്ലായിരുന്നു. അങ്ങനെ ജനാധിപത്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ ക്യാബിനറ്റും പോകുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ സംശയിക്കാനുള്ള ഇട VD സതീശൻ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. രാജമ്മയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടെപ്പെടുത്താം. കാരണം വെച്ചാൽ K മുരളീധരൻ ഇന്നലെ പറഞ്ഞിരുന്നു ഈ നിയമനങ്ങളെല്ലാം ക്യാബിനറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാബിനറ്റ് അറിഞ്ഞ് നടന്നിരിക്കുന്ന അപ്പോയിൻമെൻറ്റുകളല്ല എന്നൊരു പ്രസ്താവന K മുരളീധരൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അവിടെ ഞാൻ പറഞ്ഞത് അതിനകത്ത് ക്യാബിനറ്റ് അറിയാമെന്ന് പറയുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിനറ്റിനകത്ത് ഡെമോക്രസി ഉണ്ടാവാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട്. വിജിലൻസും ആഭ്യന്തരവും പിന്നെ രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ കിടക്കുമ്പോഴും ഫിനാൻസ് പിന്നെ CMൻ്റെ കയ്യിലാണ്, നിയമം വകുപ്പും CMൻ്റെ കയ്യിലാണ്. അപ്പോൾ ഈ 2 പൊതുഭരണം എല്ലായ്പ്പോഴും പിന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെയായിരിക്കും, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലുണ്ടാകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ വകുപ്പിലേക്ക് എന്തെങ്കിലും ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റുമായിട്ട് ചെല്ലുമ്പം അത് ഡിക്ലൈൻഡ് എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് അങ്ങോട്ടാൽ മതി. കൈപ്പ് ചെയ്ത് ബാലഗോപാൽ കിടന്ന് കുടുങ്ങിയ പോലെ തന്നെ. കാരണം പൈസ വേണ്ടേ? ഇപ്പം ആരോഗ്യ വകുപ്പിൽ K മുരളീധരൻ എന്തെങ്കിലും പ്രൊജക്റ്റ് കൊണ്ട് ചെല്ലുന്നു, പ്രൊജക്റ്റ് പ്രൊപ്പോസലും കൊണ്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് കയ്യിലില്ല, അല്ലെങ്കിൽ ഹോൾഡ് പിന്നെ കീപ്പ് ഇറ്റ് പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് നോട്ട് എഴുതിയിട്ട് കഴിഞ്ഞാൽ ഈ സാധനം അവിടെ കിടക്കത്തേ ഉള്ളൂ, ഈ പ്രൊപ്പോസൽ നടക്കത്തില്ല.
അത് കൃഷി വകുപ്പ് മന്ത്രി ആയിട്ടുള്ള പിന്നെ സിദ്ദിഖിനും ബാധിക്കും. അത് സിദ്ദിഖ് കൊടുത്തേശു എതിർവശത്താണ്, പിന്നെ KC-യുടെ ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മന്ത്രിമാർ പ്രപ്പോസൽ കൊണ്ടുപോകുമ്പം അവർക്ക് അവരുടെ മണ്ഡലത്തിലേക്ക് എന്തെങ്കിലും പദ്ധതികളായിരിക്കും ചിലപ്പം. കാരണം അവർക്ക് ഇനി 5 വർഷം കഴിയുമ്പോൾ ജയിക്കണമല്ലോ. കോൺഗ്രസിന് അങ്ങനെ കാര്യം നോക്കാനുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ മന്ത്രിമാർ പ്രപ്പോസൽ കൊണ്ടുപോകുമ്പം പിന്നെ ഈ പ്രപ്പോസൽ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒന്നിനും കൊള്ളാത്ത മന്ത്രിയാന്നുള്ള പേര് വരും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതേസമയം ട്രാൻസ്പോർട്ട് വകുപ്പിന് ആ പ്രശ്നം വരത്തില്ല. കാരണം അത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതും BD സതീശൻ അഭിമാന പ്രശ്നമായിട്ട് ഏറ്റെടുത്തതായതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് പിന്നെ റിലീസ് ചെയ്ത് കൊടുക്കും. ബാക്കിയുള്ളിടത്ത് ഫണ്ട് വേണ്ടത്ര റിലീസ് ചെയ്യത്തില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. അതിനകത്ത് ഈ KSRTC പറയുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞു കൊള്ളണം. ഇന്നലെ നമ്മൾ സംസാരിച്ചൊരു വിഷയമാണ്. കാരണം ഇപ്പോൾ ബാങ്കിൽ നിന്ന് ഏകദേശം 50 കോടിയോളം രൂപയാണ് ലോണായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് അഡ്വാൻസ് ആയിട്ട് തന്നെ KSRTCക്ക് പേ ചെയ്താൽ മാത്രമേ ഈ സൗജന്യ യാത്ര ഇവർക്ക് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാങ്കിൻ്റെ ഒരു മാസത്തെ പലിശ എന്ന് പറയുന്നത് ഏകദേശം 40 ലക്ഷത്തോളം രൂപ വരുന്നുണ്ട്. അതും ഒരു അധിക ബാധ്യതയായിട്ട് വരുന്നുണ്ട്. അല്ല, KSRTCയുടെ ഈ സൗജന്യ യാത്ര എന്ന് പറയുന്നത് പിന്നെ ഈ അധിക ബാധ്യത എന്ന് പറഞ്ഞാൽ തെക്കൻ ജില്ലകളിലെ വരുന്നുള്ളൂ ഈ സാധനം. വടക്കൻ ജില്ലയിലോട്ട് ഈ സാധനമില്ല. കാസർഗോഡുകാരൊക്കെ KSRTC ബസ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവർ അവിടെ നിന്ന് വല്ല കോഴിക്കോട് വല്ലതും വന്നപ്പോൾ അവിടെ ഡിപ്പോയിൽ വന്നപ്പോൾ കണ്ടു കാണും. മലപ്പുറത്ത് പല പ്രദേശങ്ങളിലും KSRTC ബസ് 90% റൂട്ടുകളിലും സർവീസില്ല. മലപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളിൽ. പിന്നെ ഉള്ളതോ ഓർഡിനറി അല്ല. കാരണം ഊട്ടിയിലോട്ട് പോകുന്ന ബസ് അതിനകത്തൊന്നും കയറാൻ പറ്റത്തില്ല. കാരണം അതെല്ലാം ഫാസ്റ്റ് പാസഞ്ചറും സൂപ്പർ ഫാസ്റ്റും ഒക്കെയാണ്. പിന്നെ സ്വിഫ്റ്റും ഉണ്ട്. പിന്നുള്ളത് കോഴിക്കോട് ബസ്സാണ് ഉള്ളത്. ഇങ്ങനെയുള്ള ബസ്സുകളൊക്കെയാണ് വരുന്നത്. പിന്നുള്ളത് അവിടെ നിന്ന് ഈ മലബാറിൽ നിന്നുള്ളത് മൂവാറ്റുപുഴ, കോതമംഗലം, ലിമിറ്റഡ് സ്റ്റോപ്പ്, തിരുവനന്തപുരം, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഓർഡിനറി ബസ് അവിടെ ഇവിടെ ഇല്ല. അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ ആളുകൾക്ക് ഓർഡിനറി ബസ്സിൻ്റെ പ്രഖ്യാപനം കൊണ്ട് അവിടുത്തെ സ്ത്രീകൾക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഭായി, അപ്പോൾ ഇതിനകത്തൊരു വിവേചനം കൂടി ഇല്ലേ? കാരണം സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് തിരുക്കൊച്ചി ഭാഗത്തുള്ളവർക്ക് ഈ സംഭവം കിട്ടുന്നു, സൗജന്യ യാത്ര ലഭ്യമാവുന്നു. എന്നാൽ മലബാർ മേഖലയിലുള്ള സ്ത്രീകൾക്ക് ഈ സൗജന്യം ലഭിക്കാതെ വരുമ്പോഴത്തേക്ക് അവിടെയുള്ള പ്രൈവറ്റ് ബസ്സുകളിലെങ്കിലും ഈ ഒരു യാത്രാ സൗജന്യം ഏർപ്പെടുത്തി കൊടുക്കേണ്ടതല്ലേ? അല്ല, അവിടെ പ്രൈവറ്റ് ബസ്സിലേക്ക് ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതല്ല. KSRTC കുറച്ചുകൂടെ ബസ് ഹയർ ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് ബസ്സുകൂടെ പിന്നെ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ റെൻറ്റിനെടുക്കാം, ഒക്കെ ചെയ്യാം. എന്നിട്ട് പിന്നെ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ ഒക്കെ പിന്നെ വരച്ചു വെക്കുന്നുണ്ടല്ലോ, പ്രിയദർശിനി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുന്നുമുണ്ട്. ഇതിനകത്ത് എത്ര രൂപ ചിലവാകുമെന്ന് ആലോചിക്കണം ഇത്രയും ബസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അത് പോട്ടെ, ഈ അത് ചെയ്ത പൈസയ്ക്ക് ഒരു 10 ബസ് മേടിക്കായിരുന്നു. ആ 10 ബസ് മേടിച്ചിട്ട് അത് മലബാറിലോട്ട് വിടായിരുന്നു. അപ്പം മലബാറിലേക്ക് ആവശ്യത്തിനുള്ള ബസ് ഇവർ മേടിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഷെഡിൽ കിടക്കുന്ന ബസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് റിപ്പയർ ചെയ്തിട്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ട് മലബാറിലേക്കും എല്ലാ മേഖലയിലേക്കും മലബാറിലേക്ക്, അതായത് വിഭവത്തിൻ്റെ നീതിപൂർവമായ തുല്യമായ വിതരണമാണ് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്തെങ്കിലും വികസനം വരുമ്പം പിന്നെ ഉത്തരേന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ പണ്ട് ബംഗാൾ പാക്കേജ്, ബീഹാർ പാക്കേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭരണം നടത്താൻ വേണ്ടിയിട്ട് പാക്കേജുകൾ പ്രഖ്യാപിക്കായിരുന്നു. ഈ പാക്കേജ് പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് തെക്കൻ ജില്ലയിലുള്ളവർ മാത്രമാണ്. വേണ്ട സിബി കാക്കനാട്ടിൽ നിന്ന് പിന്നെ ആലുവ അങ്കമാലി ഭാഗത്തോട്ട് പിന്നെ ആലുവ ബസ്സുണ്ട്, ആലുവ ഓർഡിനറി ബസ്സും ഉണ്ട്. പക്ഷേ കാക്കനാട്ടിൽ നിന്ന് നേരെ പിന്നെ വാഴക്കാല വഴി കലൂരിലോട്ട് അങ്ങനെ പിന്നെ പോകാൻ ബസ്സില്ല. ഇപ്പം പൂക്കാട്ടുപടിയിൽ നിന്ന് ബസ് വളരെ കുറവാണ്. എടപ്പള്ളി വഴിയിലോട്ട് വരുന്ന ബസ് വളരെ കുറവാണ്. മറ്റേതെന്ന് പറയുന്നത് ലോങ് റൂട്ട്, അതെല്ലാം പോകുന്നത് ഭൂരിഭാഗം പിന്നെ സൂപ്പർ ഫാസ്റ്റാണ് പോകുന്നത്. അതിപ്പോൾ ആലുവയിലോട്ടോ അങ്കമാലിയിലോട്ടോ തൃശ്ശൂരിലോട്ടോ പോകുന്ന ബസ്സെല്ലാം ലോങ് റൂട്ടാണ് എല്ലാം. അപ്പം ഇതൊരു തെറ്റിദ്ധരിപ്പിക്കലാണ്. ഈ പഴയ കാലത്ത് കുഞ്ഞുങ്ങൾ കരയുമ്പം പിന്നെ കുഞ്ഞുങ്ങളെ വായിൽ ഫീഡിങ് ബോട്ടിൽ വെച്ച് കൊടുക്കും. അതിനകത്ത് പാല് കാണത്തില്ല, കൊച്ചത് വലിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ സ്ത്രീകളുടെ വായിലേക്ക് ഫീഡിങ് ബോട്ടിൽ വെച്ച് കൊടുക്കരുത്. ഈ നിപ്പിളും വലിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ വലിച്ചുകൊണ്ടിരിക്കുക, പാല് കിട്ടുന്നുണ്ടെന്നുള്ള തോന്നൽ മാത്രം ഉണ്ടാക്കി വെക്കുന്നുള്ളൂ. പാല് അതിനകത്തില്ല എന്നുള്ളതാണ് ഈ പ്രഖ്യാപനത്തിൻ്റെ. വീണ്ടും തിരിച്ച് ഈ സംഖ്യ നിയമനങ്ങളിലേക്ക് വരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് പിന്നെ B അശോകിൻ്റേത് നമുക്കറിയാം, കാര്യങ്ങളറിയാം. BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഭരിച്ചില്ലെങ്കിലും UDF ഇരുന്നാൽ മതി എന്നുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട്. കാരണം BJPക്ക് വേണ്ട ആളുകളെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. BJPയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്നവരെ, അത് നിയമമേഖലയിൽ ബാക്കിയുള്ള മേഖലയിൽ
ഓരോ മേഖലയിലും ഇപ്പൊ സർവകലാശാല പിന്നെ VC-മാര് മറ്റേ മോഹൻ ഭഗവത്ത് പങ്കെടുത്ത പരിപാടി പോയി പങ്കെടുത്ത് ചിലര് സംഘാടകരാണെന്നാ പറയുന്നത്. ഏത് ബാഡ്ജും കുത്തിയിട്ട് അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ നിയന്ത്രിക്കുക VC-മാരാ, വൈസ് ചാൻസലർമാര്. ഇത് മാത്രമല്ല, സത്യപ്രതിജ്ഞാ ചടങ്ങ് എങ്ങനെയായിരുന്നു? ഫുള്ളായിട്ട് ചൊല്ലിയിട്ടാണ് പിന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഡീലിൻ്റെ തുടക്കം തന്നെയായിരുന്നു അതെന്നുള്ളതാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇരുന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കുറേ MLA-മാരും ഉണ്ടാവുകയോ പിന്നെ സംസ്ഥാനം ഞങ്ങൾ ഭരിക്കുകയോ ചെയ്യാതിരുന്നാലും ഞങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്ക് എന്താണോ വേണ്ടത്, അതെല്ലാം ചെയ്യാൻ പറ്റുന്നവരോട്ടിരുന്നാൽ മതി. അതാണ് ഇപ്പോൾ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് പറയുമല്ലോ, നമ്മളെന്തിനാ അധികാര സ്ഥാനത്തിരിക്കുന്ന, അധികാരം നമ്മുടെ കൈവെള്ളയിൽ ഇരുന്നാൽ പോലെ എന്ന് ചോദിച്ച്. അപ്പോൾ ഇപ്പം BJP-യുടെ കൈവെള്ളയിലാണ് കേരളത്തിൽ അധികാരം ഇരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരുടെ വിരൽത്തുമ്പിലാണെന്നുള്ളതാണ്. ഇതിനകത്ത് ഇതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാതിരിക്കുന്നത് ബോർഡ്, കോർപ്പറേഷൻ, രാജ്യസഭ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവൻ നോട്ടപ്പുള്ളിയാവുമോ, അങ്ങനെ നോട്ടപ്പുള്ളി ആയിക്കഴിഞ്ഞാൽ അവൻ വിട്ടുമാറ്റപ്പെടുമോ എന്നുള്ളതുകൊണ്ടാണ് ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത്. അമർഷം വ്യാപകമായി കോൺഗ്രസിനകത്തുണ്ട്. കാരണം അവർ പിന്നെ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഭരണം പോകുന്നത് എന്നുള്ളത്. ഒരു മാസമായിട്ടേ ഉള്ളൂ. മര്യാദയ്ക്ക് ഹണിമൂണിന്റെ സ്റ്റാർട്ടിങ്ങാ. ഹണിമൂൺ ആയിട്ടില്ല. അല്ല, ഒരു മാസമായിട്ടില്ല, 25-26 ദിവസമായിട്ട് അത്രയായിട്ടേ ഉള്ളൂ. അപ്പോൾ അപ്പോഴാണ് ഈ സ്ഥിതിയുള്ളത്. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ്, കോർപ്പറേഷൻ പിന്നെ സ്ഥാനങ്ങളെല്ലാം വീതിച്ചു കൊടുക്കുകയും രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്ന സ്ഥാനത്തേക്ക് പിന്നെ പ്രതീക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സ്ഥാനലബ്ധി പിന്നെ മത്സരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ സൈലന്റ് ആയിട്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു സ്ഥാനത്തിന് 10 പേരുണ്ട് അപേക്ഷകര്, ഉള്ളിൽ ആഗ്രഹമുള്ളവര്. തീർച്ചയായിട്ടും ഇവർ ഈ കിട്ടാത്ത 9 എണ്ണവും ഇപ്പോൾ വാതോർക്കും. കിട്ടാത്ത 9 എണ്ണവും വാതോർക്കും. കാരണം പണ്ട് രാജ്ഭവൻ ഉണ്ണിത്താൻ MP ആവുന്നതിന് മുമ്പ് എന്തായിരുന്നു സ്ഥിതി? എല്ലാ ദിവസവും വിമർശനം. എല്ലാ ദിവസവും കെ മുരളീധരനെ കുറിച്ചൊക്കെ പറഞ്ഞ ഡയലോഗ് MP ആക്കി കഴിഞ്ഞു. പുള്ളിയുടെ പ്രശ്നം കഴിഞ്ഞു. പുള്ളി എന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലൊക്കെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുള്ള പുള്ളിയാണ്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ PM ശ്രീ പദ്ധതി ഇപ്പം തള്ളിപ്പറയുന്നില്ലല്ലോ, അത് പരിപൂർണമായി നിരാകരിക്കുന്നില്ലല്ലോ, കണ്ടീഷൻസ് വെക്കുന്നില്ലല്ലോ. ഇല്ലെങ്കിൽ ഇന്ന കണ്ടീഷനും കൂടി അത് എഡിറ്റ് ചെയ്യണം, അതിൻ്റെ മാനുവൽ എഡിറ്റ് ചെയ്യണം, പിന്നെ എന്നിട്ട് ഇന്ന കണ്ടീഷൻ ഞങ്ങൾക്കുണ്ട്, അതുകൂടെ വെച്ചിട്ട് വേണം അത് റീഇംപ്ലിമെൻ്റ് ചെയ്യാൻ എന്നുള്ളത് പറയുന്നില്ലല്ലോ. അപ്പോൾ ഇതുവരെ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ വിഷയങ്ങളും അവസാനിപ്പിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് സംസ്ഥാനത്തേക്ക് ഉദ്യോഗസ്ഥരുടെ ഒഴുക്കുണ്ടാവും. ഇപ്പം ഈ പറഞ്ഞ ജയശ്രീയൊക്കെ ഉൾപ്പെടെയുള്ളവരൊക്കെ മേലെ അസിസ്റ്റ് ചെയ്തവരാ. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് വരുന്നവരുടെ എല്ലാം താല്പര്യം എന്തായിരിക്കും? കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ നിന്നവരാ. ഇപ്പം ലോക്നാഥ് ബെഹ്റ കേരളത്തിലെ DGP ആയിട്ട് വരുമ്പോൾ ശരിക്കും എന്താ കേന്ദ്രമായിട്ടുള്ള പാലമായിരുന്നു, NIA-യുടെ ഡയറക്ടറായിരുന്നു. അപ്പോൾ പുള്ളി അത് കഴിഞ്ഞിട്ട് പുള്ളി ഇവിടെ പിന്നെ KMRL-ന്റെ CMD ആക്കി. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് ഈ ആളുകളുടെ ഒരു വലിയ ഒഴുക്ക് പല പദവികളിലേക്കും ഉണ്ടാവും. മുമ്പൊക്കെ കേരളത്തിൽ നിന്ന് മടുത്ത് പിന്നെ കേന്ദ്രത്തിൽ പോയി അവിടെ നല്ല സുഖാന്നും കണ്ട് ഡൽഹിയിൽ പോയിരുന്നവരെല്ലാം ഡൽഹിയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തോട്ടേയും കയറും, വണ്ടി കയറും. അങ്ങനെയുള്ള കുറേ പേരെ ഇവിടെ കൊണ്ടുവന്ന് കീപ്പ് പോസ്റ്റിൽ കൊണ്ടുവന്നിരുത്തും. ബാക്കിയുള്ള ഇവിടുത്തെ മര്യാദയ്ക്ക് മഴയും വെയിലും കൊണ്ട് പണിയെടുത്ത IAS-കാരും IPS-കാരും ഒക്കെ മേപ്പോട്ട് നോക്കിയിരിക്കേണ്ടി വരും എന്നുള്ളതാണ് സ്ഥിതി. എന്തായിരുന്നാലും പോകുന്നത് അപകടകരമായൊരു പോക്കാണ്. കാരണം ഇവർക്ക് കിട്ടിയിട്ടുള്ള മാൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP കേരളം പിന്നെ അവരുടെ ഒരു എയിമായിട്ട് വെച്ചിട്ട് കുറേ വർഷങ്ങളായി 3 സീറ്റാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ BJP വിരുദ്ധതയും CPM-നോടുള്ള എതിർപ്പും രണ്ടും കൂടിയിട്ടാണ് ഇവർക്ക് ഈ ഭരണം കിട്ടിയത്. ആ ഭരണം കിട്ടുമ്പം കിട്ടിയ ഭരണം അതിനനുസരിച്ച് ഇത്രയും കാലം അവരാരെയാണോ വിമർശിച്ചത് ആ വിമർശിച്ച വിഷയങ്ങളെയെല്ലാം വിഴുങ്ങിക്കൊണ്ട് അതേ വഴി തന്നെ ഇവരും സ്വീകരിക്കുന്നു വരുമ്പം അതെന്തായിരുന്നാലും UDF സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്ക് സുഗമമാക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ഘട്ടം കഴിയുമ്പം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വളരെ സ്ട്രോങ് ആയിട്ട് ചില നിലപാടെടുക്കും. ബോർഡ്, കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങളൊക്കെ വീതിച്ച് കഴിയുമ്പം കിട്ടാത്തവർ, രാജ്യസഭാ സ്ഥാനം കിട്ടാത്തവരെല്ലാം കൂടെ വാളെടുക്കും. പണ്ട് 95-ലാന്ന് തോന്നുന്നു K. കരുണാകരൻ്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിട്ട് ഉമ്മൻചാണ്ടി പുറത്തോട്ട് വന്നിട്ട് ഒരു പ്രക്ഷോഭം നടത്തിയായിരുന്നു. അതേപോലെ ഈ മന്ത്രിസഭയിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ക്യാബിനറ്റ് മന്ത്രി ഒരു പക്ഷേ ഒരു നിർണായക ഘട്ടത്തിൽ രാജിവെച്ച് പുറത്തു നിന്ന് ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ പ്രക്ഷോഭം നടത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.